കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റ് ആക്സിസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. VXA വേരിയന്റ് ആണ്. കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസ് ഒക്കെ. സ്പെഷ്യൽ എഡിഷൻ ആണ് ഈ വാഹനം. സ്റ്റിക്കറിംഗും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സ്റ്റിക്കറിംഗ്, സീറ്റ് ബെൽറ്റിന്റെ കളർ, ഇന്റീരിയർ എല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ വരുന്നില്ല. അത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. 85,000 കിലോമീറ്റർ വരുന്ന RXT വേരിയന്റ് ആണ്. അതെ. കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വെയിൽ മെയിൻറ്റൈൻ ആണ്. സ്റ്റീയറിംഗ് കൺട്രോൾ സത്യശീല ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റീരിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, കീല സെൻറ്റർ എല്ലാം വരുന്നുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 25. കേവലം 19. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഈ വാഹനം 2008 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സാൻഡോ സിംഗ് ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനുള്ളത് ഏഞ്ചൽസ് കാർസിലാണ്. അപ്പം അത്യാവശ്യം നല്ല വണ്ടികളെ കളക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമില്ലാതെ അത്യാവശ്യം പോകുന്നുണ്ടല്ലേ. ഒരുപാട് ബഡ്ജറ്റുകാരുണ്ടോ? ഒരുപാട് ഓൾട്ടോ 800 ഓൾമോസ്റ്റ് ഒരു 5-6ഓളം വണ്ടി കിടപ്പുണ്ട്. ക്യുഡ് ഇഷ്ടംപോലെ കിടപ്പുണ്ട്, കേട്ടൺ കിടപ്പുണ്ട്, സാൻഡ്രോ കിടപ്പുണ്ട്, എർട്ടിക, പിന്നെ മിഡിൽ സെഗ്മെന്റിൽ എർട്ടിക അങ്ങനെ വരുന്നുണ്ട്, ഇനോവ വരുന്നുണ്ട്, ബ്രസ വരുന്നുണ്ട്, പ്രീമിയം സെഗ്മെന്റിൽ ഓഡി വരുന്നുണ്ട്, മെർസിഡീസ് ബെൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല ഒരു 10-60 വണ്ടിയുള്ള കളക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ലൊക്കേഷൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകര അമരവളയിലാണ്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റോയിൻ ബ്രോ, എന്താണ് വിശേഷം? ലോൺ 2011 മുതൽ. ഓക്കെ. ഓണം ഓഫർ സ്റ്റാർട്ട് സമയമായില്ലല്ലേ? ഇനി സമയമുണ്ടല്ലോ. വണ്ടിയൊക്കെ വാറണ്ടി വരുന്നുണ്ടോ? 10 വർഷം പഴക്കമുള്ള വാറണ്ടി വരുന്നത്. അത് സത്യത്തിന്റെ ഓപ്ഷനായിട്ട് കൊടുക്കുന്നത് വാറണ്ടി അവൈലബിൾ ആണ്. അത് ആവശ്യമുള്ളവർക്ക് വേണമെന്നവർക്ക് എടുക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട. അങ്ങനെ. ഓക്കെ. അപ്പം അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നേരെ ക്യുഡ് 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 85,000 കിലോമീറ്റർ വരുന്ന RXT വേരിയന്റ് ആണ്. അതെ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് കമ്പനിയാണ്, പുറത്താണ്? കമ്പനി സർവീസുള്ള വണ്ടിയാണ്. വണ്ടി നീറ്റാണ്, ഡെന്റോ സ്ക്രാച്ചസ് ഒന്നും ഇല്ല. അതെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഫ്രണ്ടിൽ പുത്തനുണ്ട്, ബാക്ക് ആവറേജ് ആണ്. ഫ്രണ്ട് നല്ല പുത്തൻ ടയർ കിടപ്പുണ്ട് അല്ലേ? അതെ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, എക്സ്ട്രാ കെൻവുഡിന്റെ സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്പെയർ കീ ഉണ്ട്. ഓക്കെ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ്? നമുക്കൊരു 195 കൊടുക്കാം വിത്ത് ഫുൾ ഫിനാൻസ്. അപ്പോൾ നെക്സ്റ്റ് ഓൾട്ടോ കേട്ടൺ. ഈ വാഹനം 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 45,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റ് ആക്സിസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. VXA വേരിയന്റ് ആണ്. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് ഒക്കെ വരുന്നത്. ഓൾട്ടോ കേട്ടൺ VXA വേരിയന്റ് അല്ലേ? ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഫ്രണ്ട് ടയർ കുറച്ചിട്ട് കൊള്ളാം. ഫ്രണ്ട് ഒരു 80% ടയർ ഉണ്ട്. ഓക്കെ. സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. സെൻട്രലൊക്കെ വരുന്നുണ്ടോ അതിനകത്ത്? കമ്പനി സെൻട്രലൊക്കെ വരുന്നത്. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ്? നമുക്ക് 249 കൊടുക്കാം. 249 വിത്ത് ഫുൾ ഓണും കയറും. നെക്സ്റ്റ് ആൾട്ടോ 800. ഈ വാഹനം 2016 മോഡല്, സ്പെഷ്യൽ എഡിഷൻ ആണ് ഈ വാഹനം. സ്റ്റിക്കറിംഗും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സ്റ്റിക്കറിംഗ്, സീറ്റ് ബെൽറ്റിന്റെ കളർ, ഇന്റീരിയർ എല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. 60,000 കിലോമീറ്റർ ഈ വാഹനം 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. സർവീസ് എങ്ങനെയാണ്? പുറത്താണ്? കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. സീറ്റ് ബെൽറ്റ് ഒക്കെ നോക്കിയാൽ അതിന്റെ ഒരു വെറൈറ്റി കളേഴ്സ്, കളർ വ്യത്യാസം ഉണ്ടല്ലേ? പിന്നെ നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആനിവേഴ്സറി എഡിഷൻ ആണോ? ആനിവേഴ്സറി എഡിഷൻ. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്ക് 2,30,000 കൊടുക്കാം വിത്ത് ഫുൾ ഓൺ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ക്യുഡ്. ഈ വാഹനം 2016 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 25,000 കിലോമീറ്റർ, RXL വേരിയന്റ് ആണ്. ഓക്കെ. കേവലം 19. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. RXL ആണല്ലേ? RXL വേരിയന്റ്. ഓക്കെ. ഇതിന്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റ് ആയിരിക്കും കേട്ടോ. നല്ല സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, 2 ഡോർ പവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 80% ടയറുകളുണ്ട്. ചെറിയ ഡെന്റ് അവിടെ ആയിട്ടുണ്ട്. അതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 2,400 കൊടുക്കാം. 2,400 വിത്ത് ഫുൾ ഫിനാൻസ്. അപ്പോൾ നെക്സ്റ്റ് ടാറ്റ ടിയാഗോ. ഈ വാഹനം 2016 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, വെറും 55,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. XZ വേരിയന്റ് ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. സീറ്റ് ഫാബ്രിക് ആണ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, ക്വാർട്ടർ പവർ വിൻഡോ എല്ലാം തന്നെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. അലോയ്സ് വരുന്നുണ്ട്. അതെ. ടയർ കണ്ടീഷനും ഏതാണ്ട് ഒരു 90% ബാക്കിലും കുഴപ്പമില്ല. ടയർ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 3,35 കൊടുക്കാം. 3,35. ലോൺ ഫുൾ ലോൺ ചെയ്ത് ഫുൾ ലോൺ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ക്വിഡ്. ഈ വാഹനം 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 75,000 കിലോമീറ്റർ, RXL വേരിയന്റ് ആണ്. ന്യൂ ഷേപ്പ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി.
ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സർവീസ് തന്നെ. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്, 60% ടയറുണ്ട്. ഫ്രണ്ടും 4 ടയർ വരുന്ന ഒരു കണ്ടീഷൻ അല്ലേ? ഫ്രണ്ട് കുറച്ച് കൊള്ളാം അല്ലേ? ഫ്രണ്ട് വെച്ചോളാം. ഫ്രണ്ട് ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണ്, ഇതിനകത്ത് സ്റ്റീരിയോ ഇരിപ്പുണ്ട്. എ സിയും 2 ഡോർ പവറുണ്ട് അല്ലേ? ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. RXL ആണ്, അതുകൊണ്ട് ടച്ച് സ്ക്രീൻ വരില്ലെന്നേ ഉള്ളൂ. ഓക്കെ. ബാക്കിയെല്ലാം DL വരുന്നുണ്ട്. KL02 കൊല്ലം വണ്ടി. എങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 330 കൊടുക്കാം. 330 ഫുൾ ഓൺ കയറും. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഈ വാഹനം 2008 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, സാൻഡോ സിംഗ് ആണ്. 1,23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ക്വാളിറ്റി ഉണ്ട് അല്ലേ? ടയറൊക്കെ 4 പുത്തൻ ടയറാണ്. ഓടിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് പവറിന്റെ വരുന്നുണ്ട്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ വണ്ടിയുടെ പഴക്കത്തിൻ്റെതായ ഒരു പഴമയില്ലല്ലേ? വൃത്തിയിരിപ്പുണ്ട്. തീർച്ചയായിട്ടും. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ? വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാം വർക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ്? നമുക്കൊരു 99,000 രൂപയ്ക്ക് കൊടുക്കാം. 99 രൂപ. അപ്പോൾ നെക്സ്റ്റ് സ്വിഫ്റ്റ്. ഈ വാഹനം 2017 സിംഗിൾ ഓണർഷിപ്പ്, 68,000 കിലോമീറ്റർ. ഓക്കെ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ വരുന്നില്ല. അത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. VXI വേരിയന്റ് ആണ്. കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഏതാ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. 4 ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? മിറർ ഫോൾഡിംഗ് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 70% ടയറും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കൊരു 467 കൊടുക്കാം. ലോണോ? ലോൺ നമുക്കൊരു 4 ലക്ഷം രൂപ ലോൺ ചെയ്യാം. നെക്സ്റ്റ് സാൻഡ്രോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഈ വാഹനം 2013 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 1 ലക്ഷം കിലോമീറ്റർ വിളിച്ച് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നങ്ങളുമില്ല. ട്രിവാൻഡ്രം വണ്ടി. ടയറുള്ള നല്ല ടയർസ് നടക്കുന്നത്. പുത്തൻ ടയറാണ്. ഫ്രണ്ട് കൊള്ളാം. ബാക്കിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റീരിയോ ഇരിപ്പുണ്ട്. ഹ്യുണ്ടായുടെ തന്നെയാണ്. വേറെ 2 ഡോർ പവറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൈസ്? നമ്മൾ 169 പ്രതീക്ഷിക്കുന്നത്. ചില നെഗോഷ്യബിൾ ആണ്. ലോണും അറൗണ്ട് ഒരു 130 ലോൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടാറ്റ ഇൻഡിക്ക മാൻസ. ഈ വാഹനം 2011 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. 1 ലക്ഷം കിലോമീറ്റർ വെച്ച് ഓടിയിട്ടുണ്ട്. ഡീസലാണ്. പിന്നെ കോട്രാജെറ്റ് എഞ്ചിനാണ്. നമുക്ക് പുതിയ ടെസ്റ്റും ആൻഡ് പേപ്പറാണ്. 2031 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. KL01 ട്രിവാൻഡ്രം വണ്ടി. കോട്രാജെറ്റ് ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുമല്ലേ? നല്ല മൈലേജാണ്. ഓക്കെ. ബോഡിയൊക്കെ നീറ്റാണ്. AC പോസിറ്റീവും പവറും വരുന്നുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ ഉണ്ടോ? കൊള്ളാം. സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനോട് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്. അതെ. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 1,35,000 രൂപ ആസ്കിങ് ആണ്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കാം. ഓക്കെ. 130 ചോദ്യം നെഗോഷ്യബിൾ ആണ്. അതെ. അപ്പോൾ നെക്സ്റ്റ് ഹോണ്ട അമേസ്. ഈ വാഹനം 2020 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 33,000 കിലോമീറ്റർ. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് VX വേരിയന്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് 33,000 കിലോമീറ്റർ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പുള്ളി കമ്പനി സർവീസ് ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ടയർ കണ്ടീഷൻ ആ തേയ്മാനമുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ. ഇന്റർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വെയിൽ മെയിൻറ്റൈൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾ സത്യശീല ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. റിമോട്ട് കൺട്രോൾസ് ഉണ്ട്. എയർ ബാഗ് ഉണ്ട്. ABS വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. കീല സെൻറ്റർ എല്ലാം വരുന്നുണ്ട്. അലോയ്സ് ടോപ്പ് എൻഡ് വണ്ടി. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 6,40,000 രൂപ കൊടുക്കാം. 6,45. ഫിനാൻസോ? ഫിനാൻസ് പറഞ്ഞാൽ നമുക്കൊരു 5 to 6 ലക്ഷം വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഹ്യുണ്ടായി ഐ10. ഈ വാഹനം 2011 മോഡല്, ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാം പുതിയ പേപ്പറിൽ ഓട്ടോമാറ്റിക് ഐ10 ആണ്. 5 വർഷം പേപ്പറുണ്ട്. 5 വർഷം പേപ്പറുണ്ട്. കാപ്പ സീരീസ് 2031 പേപ്പറുണ്ട്. ഓക്കെ. KL01 ട്രിവാൻഡ്രം വണ്ടിയാണ്. അതെ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ബ്രോ? ഒന്നുമില്ല. പക്ഷേ ബോഡിയൊക്കെ നീറ്റ് കേട്ടോ. സ്ക്രാച്ച് ഒന്നുമില്ല. ക്വാളിറ്റി സ്പോർട്സ് വേരിയന്റ് ആണ്. സ്പോർട്സ് ആണ് വരുന്നത് അല്ലേ? സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം വരുന്നുണ്ട്. പ്രത്യേക ലേഡീസും ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ്. ടയർ കണ്ടീഷൻ ഗുഡാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 2,45 കൊടുക്കാം. 2,45. ഫിനാൻസ് കയറുമോ? പറയുന്നുണ്ട്. ഫിനാൻസ് കയറില്ല. ഫിനാൻസ് ആണെങ്കിൽ ശ്രീറാമിൽ ആണെങ്കിൽ ചെറിയ കയറി വിടുക. അപ്പം അടവ് കൂടുതൽ എങ്ങനെയാണ്? അടവ് പല ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നെക്സ്റ്റ് എർട്ടിക. ഈ വാഹനം 2025 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, വെറും 22,000 കിലോമീറ്റർ. VXI. 1 വർഷം ആയതേ ഉള്ളൂ. 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഹൈബ്രിഡ് ആണല്ലേ? ഹൈബ്രിഡ് വണ്ടി. പെട്രോൾ മാനുവൽ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് 22,000 കിലോമീറ്റർ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ.
ഓക്കെ ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് മെയിൽ മെയിൻറ്റൈൻ ആണ് കേട്ടോ അതിനകത്ത് 4 പവർ ഉണ്ട് AC പവർ സ്റ്റിയറിംഗ് ഇൻബിൽറ്റ് സ്റ്റീരിയോ അല്ല അഡീഷണൽ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട് വൃത്തിയിരിപ്പുണ്ടല്ലേ 7 സീറ്റർ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ടയർ കണ്ടീഷൻ ആ തേയ്മാനം അല്ലേ 22 തേയ്മാനം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഒന്നുമില്ല കമ്പനി സർവീസ് പ്രൊജക്ട് എല്ലാം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എർട്ടിക്ക മൈലേജ് എങ്ങനെ വരും ബ്രോ ഹൈബ്രിഡ് ആകുമ്പോൾ 17 ബാറ്ററി കിട്ടുമല്ലോ എങ്ങനെയാ പ്രൈസ് നമുക്ക് 11.40 ആസ്കിങ് നെഗോഷ്യബിൾ ആണ് ഓക്കെ ഫിനാൻസോ ഫിനാൻസ് ഒരു 10-10 രൂപ ചെയ്യാം നമുക്ക് വീഡിയോ അതിൻ്റെ പേരല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഓണത്തിന് മുമ്പ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം തീർച്ചയായിട്ടും